അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ തൻ്റെ കൊച്ചുമകൻ്റെ അധ്യാപകർക്ക് അയച്ച കത്തിൻ്റെ ഉള്ളടക്കം ഏറെ പ്രശസ്തമാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം നമ്മൾ അധ്യാപക ദിനമൊക്കെ ആചരിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ ഈ സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഈ കത്ത് പ്രകാരമാണ്: ഭൂരിപക്ഷം ആളുകളും ചേർന്ന് നിന്ന് തെറ്റാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലും സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരാത്മവിശ്വാസം നിങ്ങൾ അവന് പകർന്നു കൊടുക്കുക. തൻ്റെ മനസ്സിന് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ പോരാടി ജയിക്കാൻ നിങ്ങൾ അവനെ പരിശീലിപ്പിക്കുക. പരാജയത്തെ അംഗീകരിക്കാനും വിജയത്തെ ആഘോഷിക്കാനും നിങ്ങൾ അവനെ പഠിപ്പിക്കുക. അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ ഇപ്രകാരം തൻ്റെ കൊച്ചിനെ പരിശീലിപ്പിക്കുന്നവർക്ക് കത്തെഴുതുന്നത്. എല്ലാവരും ശരിയെന്ന് പറയുമ്പോഴും തെറ്റാണെന്ന് പറയാനുള്ളൊരു ആത്മവിശ്വാസം, തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കാനുള്ളൊരു ആത്മാഭിമാനമുള്ള ബോധം, മറിച്ച് അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരാജയങ്ങളെയും ഉൾക്കൊള്ളുവാനും വിജയങ്ങളെ ആഘോഷിക്കുവാനും അതിനൊക്കെയുള്ള പരിശീലനമാണ് കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നൊരു തലമുറയാണ് നമുക്കുള്ളത്. വിദ്യാഭ്യാസ ചിലവുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മാതാപിതാക്കൾ ഏറെ ഉത്സുകരാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വളർച്ച നമ്മൾ മനസ്സിലാക്കണമേ. പണ്ട് കാർഷിക വിപ്ലവമായിരുന്നു. കാർഷിക വിപ്ലവത്തിൽ കൃഷിയിലൂടെയാണ് സാമ്പത്തിക രംഗത്ത് കുതിപ്പുണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചതും, അല്ലെങ്കിൽ സാമ്പത്തിക രംഗം കീഴടക്കിയത് കാർഷിക ലോകമായിരുന്നു. കൃഷിയും കാർഷിക സമ്പത്തും ഏറെ പ്രധാനപ്പെട്ട കാലങ്ങളായിരുന്നു. പിന്നീട് കാർഷിക വിപ്ലവം പതുക്കെ വ്യാവസായിക വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചു. വ്യാവസായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഉൽപ്പാദനം, ഇതിലൂടെയൊക്കെ സമ്പത്ത് ആർജിച്ചെടുക്കാൻ തുടങ്ങി. അവിടെയാണ് എല്ലാവരും വ്യവസായം തുടങ്ങണം, രാജ്യത്ത് പൊതുമേഖലയെന്നും സ്വകാര്യ മേഖലയെന്നും വ്യവസായങ്ങളെയൊക്കെ തരംതിരിച്ചതുമൊക്കെ വ്യാവസായിക വിപ്ലവത്തെ തുടർന്നാണ്. പിന്നീട് കടന്നു വന്നത് ഒരു വിവര സാങ്കേതിക വിപ്ലവമായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, IT-യുടെ ഒരു വിപ്ലവം, ഒരു കമ്പ്യൂട്ടർ യുഗം. ലോകം മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൻ്റെ പിടിയിലായി. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലൂടെ കാർഷിക രംഗവും വ്യാവസായിക രംഗമൊക്കെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിന് വഴിമാറുന്നത് നമ്മൾ കാണുന്നു. തുടർന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ന് അറിവിൻ്റെ നോളജ് എക്കോണമിയിലാണ് നമ്മൾ. ആർക്കാണ് അറിവുള്ളത്? അറിവുള്ളവനാണ് സമ്പന്നൻ. ഈ ഒരു ചിന്തയിലേക്ക് അറിവ് നേടുക, വിദ്യ ആർജിക്കുക തുടങ്ങിയ തലത്തിലേക്ക് സാമ്പത്തിക വിനിയോഗത്തിൻ്റെ ചുവടുകൾ മാറിത്തുടങ്ങി. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ, യുനെസ്കോ എന്ന് പറയുന്നത് UN-യുടെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദ്യാഭ്യാസ ഏജൻസിയാണ്. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണുള്ളത്. എന്തിനാണ് ഒരാൾ തൊഴിൽ അല്ലെങ്കിൽ വിദ്യ നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുനെസ്കോ പറയുന്നത് ഒന്നാമത്തെ തലം അറിവ് നേടാൻ. നോളജ് ഈസ് പവർ. അറിവാണ് സമ്പത്ത്, വിദ്യയാണ് സമ്പത്ത്. അപ്പോൾ ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവ് നേടാൻ. രണ്ടാമത് യുനെസ്കോ പറയുന്ന രണ്ടാമത്തെ ലക്ഷ്യം തൊഴിൽ നേടാനാണ്. പഠിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്തെങ്കിലും പണി വേണ്ടേ, എന്തെങ്കിലും ജോലി വേണ്ടേ, ജീവിക്കണ്ടേ. അപ്പോൾ അത് പല രീതിയിലുള്ള വിദ്യാഭ്യാസമാകാം. ഒരു പക്ഷേ സാങ്കേതിക തരത്തിലുള്ള വിദ്യാഭ്യാസമാകാം, അല്ലെങ്കിൽ ഭാഷാപരമായ വിദ്യാഭ്യാസമാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ആകാം, അല്ലെങ്കിൽ വൊക്കേഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാകാം. ഇതെല്ലാം തൊഴിലാഭിമുഖ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആർ യു എംപ്ലോയബിൾ എന്നാണ് ചോദ്യം. തൊഴിൽ ഏൽപ്പിക്കാൻ തക്കവിധം ചില സ്ഥാപനങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്, ഇൻ്റർവ്യൂവിന് ആൾക്കാരെ വിളിച്ചു, പക്ഷേ ഞങ്ങളുടെ തൊഴിൽ ചെയ്യാൻ പറ്റി ആരെയും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പത്രസ്ഥാപനം വിളിച്ചിട്ട് പറയായിരുന്നു അവർക്ക് വേണ്ടത് ഒരു റിസപ്ഷനിസ്റ്റിനെയായിരുന്നു. ഡിഗ്രി അത്യാവശ്യം, 3 ഭാഷകളെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇത് വിദ്യാഭ്യാസ രംഗത്ത്. എന്നിട്ട് അവർ രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു എ ചാമിങ് പേഴ്സണാലിറ്റി. എന്ന് പറഞ്ഞാൽ റിസപ്ഷനിലാണ് ഇരിക്കുന്നത്,
വരുന്നവരോട് മാന്യമായി സന്തോഷകരമായി ഇടപെടാനുള്ള കഴിവ്. അവർ പറയും കുറേ പേര് വന്ന് ഇൻ്റർവ്യൂവിന് ഒരാളെയും സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ടീച്ചറയിൽ ആരെങ്കിലും ഉണ്ടോ? വിദ്യാഭ്യാസമുള്ളവരാണ് വന്നത്, പക്ഷേ ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടി ആയിട്ടുള്ളവരെയും 3 ഭാഷയും സന്തോഷപൂർവ്വം അനായാസന കൈകാര്യം ചെയ്യുന്നവരെയും പ്ലീസിങ് പേഴ്സണാലിറ്റി, അവർ പറഞ്ഞാണ് പ്ലീസിങ് പേഴ്സണാലിറ്റി. വരുന്നവരോട് ചാടിക്കടിക്കുന്നവരെ അല്ല വേണ്ടത്, മറിച്ച് അവരെ സന്തോഷപൂർവ്വം അതിഥി ദേവ ഭവ എന്നുള്ള ആറ്റിറ്റ്യൂഡോടെ കൈകാര്യം. ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കണം. അതായത് ചോദ്യം ഇതാണ്, ആർ യു എംപ്ലോയബിൾ? തൊഴിലെടുക്കാൻ പറ്റിയ വിധത്തിലായിട്ടുണ്ടോ, അതോ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ? മൂന്നാമത്തത് തലം ടു ബിക്കം എന്നാണ് യുനെസ്കോ പറയുന്നത്. ടു ബിക്കം, ആയിത്തീരുക എന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം സോ ആൻഡ് സോ, ഐ എം എ ടീച്ചർ, ഐ എം എ ഡോക്ടർ, ഐ എം എ എഞ്ചിനീയർ, ഐ എം എ കാർപ്പൻറ്റർ, ഐ ആം എൻ അഗ്രികൾച്ചറലിസ്റ്റ്, ഐ എം എ ട്രെയിനർ, ഐ എം എ ഫിനാൻസ് ഓഫീസർ. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു ടൈറ്റിൽ സൃഷ്ടിക്കാൻ തക്കവത്തിൽ വാട്ട് ടു ബിക്കം. നാലാമത് യുനെസ്കോ പറയുന്നത് ഏറ്റവും മനോഹരമാണ്, ടു ഹാവ് എ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ അറിവ് നേടുക, തൊഴിൽ നേടുക, എന്തെങ്കിലും ആയിത്തീരുക, സമാധാനപരമായി സഹവർത്തിത്തോടെ ജീവിക്കാൻ സഹായിക്കുക. ഇത് നാലുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്ത. ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടായാലും വിവരമില്ല, വിവരമുണ്ടായാലും വിവേകമില്ല, വിവേകമുണ്ടായാലും വിനയമില്ല എന്നൊക്കെ ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയുന്നത്. 4 വികൾ ഞാൻ ഒന്നിച്ച് പറഞ്ഞു: വിദ്യാഭ്യാസം, വിവരം, വിവേകം, വിനയം. ഇതിൻ്റെ 4ൻ്റെയും കൂടി അന്തസ്സത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയാണെന്ന് ഞാൻ പറഞ്ഞു. മാതാപിതാക്കൾ ഇന്ന് ഏത് വിധേനയും മക്കളെ പഠിപ്പിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയാണ്, വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ട്രിപ്പിൾ ഇ എടുത്താണ് എൻ്റെ മകൻ പഠിക്കുന്നത്, ബിടെക്കിന് ട്രിപ്പിൾ ഇ എടുത്താണ് പഠിക്കുന്നത്, അതായത് ഇലക്ട്രോണിക്സ് ചേർന്നിട്ടുള്ള ഒരു എൻജിനീയറിങ്ങിലാണ് പഠിക്കുന്നത്. എല്ലാ സെമസ്റ്ററിലും പൈസ അടയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഓട്ടോറിക്ഷ ഇരട്ടി രാത്രിയിലൊക്കെ ഓടിക്കുകയാണ്. കൂടുതൽ സമയം ഓടിക്കുന്നത്, പ്രത്യേകിച്ച് സെമസ്റ്റർ ഫീസ് അടയ്ക്കണമല്ലോ. ഇങ്ങനെ കഷ്ടപ്പെട്ട് മക്കളെ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്തെന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മളിങ്ങനെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്ന് വിദൂര വിദ്യാഭ്യാസവുമുണ്ട്, ക്ലാസ് റൂം ലേണിങ്ങും ഉണ്ട്. ക്ലാസ് റൂം ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ക്ലാസ്സിൽ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നു, മറ്റേത് ഓൺലൈനിൽ പഠിക്കുന്നു. രണ്ടിൻ്റെതായ പ്ലസസും മൈനസസും ഉണ്ട്. ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 10 മണി മുതൽ 4 മണി വരെ, അല്ലെങ്കിൽ 9 മണി മുതൽ ഒരു 3:30-4 വരെയൊക്കെ ഫുൾ ടൈം സ്റ്റുഡൻ്റാണ്. ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ അവരയച്ചു തരുന്ന ബുക്കുകളൊക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സ്വയം പഠിക്കും. അവിടെ ഒരു ടീച്ചറിൻ്റെ സഹായം കുറവാണ്. ക്ലാസ് റൂം എഡ്യൂക്കേഷനിൽ അധ്യാപകൻ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ കൊടുക്കുന്നത്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മോൾഡിംഗ് ഉണ്ട്. ഇതെല്ലാം അതിനകത്തൂടി നടക്കുന്നു. മറ്റേടത്ത് അറിവ് മാത്രം കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ചില വിദ്യാഭ്യാസ ഏജൻസികൾ ചില ഫെസിലിറ്റേറ്റേഴ്സിന് വെച്ചിട്ടുണ്ട്, സഹായകർ. അവരുമായിട്ട് കൗൺസിലിംഗ് സെഷൻസും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പോകുമ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്നൊരു കൺസെപ്റ്റ് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതുണ്ട്, വിദേശത്തും ധാരാളമായിട്ട് അതുണ്ട്. ഏൺ വൈൽ യു ലേൺ എന്നാണ് കൺസെപ്റ്റിൻ്റെ പേര്. പഠനത്തോടൊപ്പം തൊഴിൽ കേൾക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാം. പക്ഷേ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ചില പരാജയങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ പ്ലേസ്മെൻറ്റ് ഓഫീസറായിരുന്നു ഞാൻ 3 വർഷം. ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഞാനൊരു ബാങ്കിൽ ജോലിക്കായിട്ട് ആപ്ലിക്കേഷൻ അയച്ചു. അവനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലിക്കാക്കി. എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ അവനിൽ IAS ഓഫീസറെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുള്ള കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ അവനുണ്ടായിരുന്നു താനും. ഒരു ബാങ്കിൻ്റെ ക്ലറിക്കൽ പോസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അവന് ലഭ്യമാക്കി കൊടുത്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഐ ആം ഹാപ്പി ദാറ്റ് യു ഗോട്ട് എ ജോബ്. നിനക്കൊരു തൊഴിൽ തന്നതിൽ, അല്ലെങ്കിൽ തൊഴിൽ സംഘടിപ്പിച്ച് തരാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ ഐ ആം അൺഹാപ്പി.
എനിക്ക് സന്തോഷമില്ല. കാരണം നീ ഒരു ബാങ്കിൽ ക്ലർക്കാകേണ്ടവനല്ല. കുന്നോളം എത്തേണ്ടവർ കുന്നിക്കുരു പെറുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. നീ എത്തിപ്പെടേണ്ട ഒരു തലമുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മിസ് വിഷമിക്കേണ്ട മിസ്സേ, ഞാൻ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട് ഞാൻ IAS എഴുതിക്കോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കറിയാമല്ലോ, ഒരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ആ ജോലി ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിനപ്പുറത്തോട്ട് മാറി നിന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഇരട്ടി എഫേർട്ട് എടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. അല്ലെങ്കിൽ ഇവൻ പറയാം, മിസ്സേ ഞാനൊരു 5-6 കൊല്ലം ജോലി ചെയ്തിട്ട് ഒരു വർഷം മാറി നിന്ന് പഠിച്ചിട്ട് ഞാൻ IAS എഴുതിക്കോളാം എന്നൊക്കെ എനിക്ക് പ്രോമിസൊക്കെ തന്നെങ്കിലും അവിടെയെങ്കിലും എത്തിയിട്ടില്ല എന്നുള്ളത് വേറെ സത്യമാണ്. പക്ഷേ MA ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവൻ എടുത്തു. സിവിൽ സർവീസിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജോലിയോടൊപ്പം അല്ല പഠനത്തോടൊപ്പം ജോലി എന്നുള്ളൊരു നല്ല കൺസെപ്റ്റ് ആണെങ്കിൽ പോലും പലപ്പോഴും പലർക്കും ഇത് നഷ്ടപ്പെടുന്നത് എത്തിപ്പെടേണ്ട വലിയ തലങ്ങളാണ്. വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ ഒത്തിരി ചേക്കേറുകയാണ്. UK, കാനഡ, USA, ഓസ്ട്രേലിയ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടേക്കൊക്കെ ധാരാളമായി നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. പോകുന്നതിൻ്റെ ഒരു വിദ്യാഭ്യാസപരമായ തലം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് പഠിക്കാം, പഠനത്തോടൊപ്പം ജോലി ചെയ്യാം, സ്റ്റുഡൻറ്റ് വിസ പിന്നീട് വർക്ക് പെർമിറ്റ് വിസയാക്കി മാറ്റാം, പിന്നെ ജീവിതം ക്രമപ്പെടുത്താം. കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടും എളുപ്പമായിട്ടും തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നത് പ്രധാനമായിട്ടും എന്തിനാണെന്നൊരു സർവേ നടത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അവർ പോകുന്നതിൻ്റെ പ്രധാന കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ദ ഫ്രീഡം. ഇവിടെയാണെങ്കിൽ ചോദിക്കാനും പറയാനും കുറേ കാരണവന്മാരുണ്ട്, അല്ലെങ്കിൽ സദാചാര ആൾക്കാരുണ്ട്. എവിടെ പോകുന്നു, എപ്പോൾ വരും, എന്തിനു പോകുന്നു, എങ്ങോട്ടാണ് പോണത്, 100 ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം പുറത്തോട്ട് വയ്ക്കുന്നത്. അവർ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫ്രീഡമാണ്. രണ്ടാമത്തെ കാരണം അവർ പോകുന്നതിൻ്റെ കാരണം സ്ഥായിയായ ബന്ധങ്ങളില്ല എന്നുള്ളതാണ്. എൻ്റെ അച്ഛനെയും അമ്മേനെയും എനിക്ക് 2 കൊല്ലം കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ എന്ന ചിന്ത അവരെ അലട്ടുന്നില്ല. അതവർക്ക് പ്രധാനപ്പെട്ടതുമല്ല, അത് പ്രശ്നവുമല്ല. കാരണം അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. മൂന്നാമത്തെ കാരണം ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസാണ്. അത് ആദ്യത്തേതായിട്ട് പറയുമെങ്കിലും ഈ സർവേയുടെ റിസൾട്ട് വന്നത് ഇപ്രകാരമായിരുന്നു. അതുപോട്ടെ, മെച്ചപ്പെട്ട കരിയറിനോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനോ അവിടെ ചെല്ലുമ്പോൾ ഇവരാരും തന്നെ ഹാർവാർഡിലോ ഓക്സ്ഫോർഡിലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ ഒന്നുമല്ല പഠിക്കുന്നത് കേട്ടോ. ഇവരെല്ലാം പഠിക്കുന്നത് സാധാരണ യൂണിവേഴ്സിറ്റികളിൽ വലിയ പ്രയോജനമില്ലാത്ത കോഴ്സുകളുമാണ്. ഒരുപക്ഷെ അതിലും മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു പോകേണ്ട പലരുമാണ് ഈ ചെറിയ രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് എന്നുള്ളത് വളരെ വിഷമകരമാണ്. നമ്മുടെ നാട്ടിലും വിദ്യാഭ്യാസ ചെലവുകൾ സഹായകരമായ പല സ്കീമുകളുമുണ്ട്. ഒന്നാമത്തെ സ്കീമാണ് JRF എന്ന് പറയും. അതൊരു റിസർച്ച് ഫെലോഷിപ്പാണ് കേട്ടോ. റിസർച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസം 30,000 രൂപയോളം ഇങ്ങോട്ട് കിട്ടി പഠിക്കാൻ തക്ക വിധത്തിലുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ അതിനുവേണ്ടിയുള്ള ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ആളുകൾ സന്നദ്ധരാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു തലം ഞാൻ പറയുകയാണെങ്കിൽ അസ്പയർ എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഇവിടെയുണ്ട്. അസ്പയർ ചില സ്കോളർഷിപ്പുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. എല്ലാവരും വിദേശത്തോട്ട് ഓടി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അസ്പയർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം, ഫീസ് ഉൾപ്പെടെ, സ്കോളർഷിപ്പ് ഉൾപ്പെടെ തരുന്ന ഒരു വലിയ പദ്ധതിയാണ് അസ്പയർ. ഇതൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒന്ന് ചുമ്മാ ഗൂഗിളിൽ കയറി നോക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്കോളർഷിപ്പ് ഇവിടെയുണ്ട്. അത് കേരളത്തിലുള്ളതാണ്. കേരളത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സയൻസ് മേഖലകളിലും ഒക്കെ പഠിക്കുന്നവർക്ക് സഹായകരമായൊരു സ്കോളർഷിപ്പാണ് അസ്പയർ. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഈ കേരളത്തിലെ പ്രതിഭാ വികാസ് എന്നൊരു സ്കീമുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് മേടിച്ച കുട്ടികളാണെങ്കിൽ +2 മുതൽ ഡിഗ്രിക്കും PGക്കും ഒക്കെ സർക്കാർ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ. എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നൊരു സ്കോളർഷിപ്പാണ് ഗ്രാൻറ്റ്. കോളേജുകളിലെ പല കുട്ടികളും 90% കുട്ടികളും ഫീസില്ലാതെയാണ് പഠിക്കുന്നത് ഇവിടെ. ആർക്കറിയാം? നമ്മുടെ കലാലയങ്ങളിൽ ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന കുട്ടികളിൽ 90% പേർക്കും ഫീസില്ലാതെ പഠിക്കാൻ തക്ക വിധത്തിലുള്ളൊരു സ്കോളർഷിപ്പിൻ്റെ പേരാണ് ഗ്രാൻറ്റ്. ഗ്രാൻറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് ചില കാറ്റഗറി ഉണ്ട്. പക്ഷേ വീട്ടിലെ വരുമാനം ഇത്രയായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില കാറ്റഗറിയൊക്കെ ഉണ്ട്.
ധാരാളം കുട്ടികൾ 5 പൈസ മുടക്കാണ്ട് കേരളത്തിൽ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്ക് +2-നും ഡിഗ്രിക്കും PGക്കും റിസർച്ചിനും വരെ 5 പൈസ മുടക്കാതെ, ഫീസിനത്തിൽ മുടക്കാതെ പഠിച്ചു വരുന്ന അനേകം കുട്ടികളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കാനോ അതിനുവേണ്ടി പരിശ്രമിക്കാനോ ഒക്കെയില്ല. ചില സ്വകാര്യ ഏജൻസികളുണ്ട്, ചില പ്രൈവറ്റ് ഏജൻസികൾ മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാമ്പത്തിക സഹായം. 2 കാര്യങ്ങൾ അവർ ക്രൈറ്റീരിയ വയ്ക്കുന്നത്: 1 പഠിക്കാനുള്ള സന്നദ്ധത, 2 വീട്ടിലെ സാമ്പത്തിക പരാധീനത. സാമ്പത്തിക പരാധീനത ഒന്നുകൊണ്ട് മാത്രം ഇവിടെ ഒരു കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസം മുടങ്ങരുതെന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുക. ഇപ്പുറത്തുകൂടി വളരുന്ന സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എയ്ഡഡ് സെക്ടറിലെ വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച് ഇറങ്ങണമെങ്കിൽ സാമ്പത്തികം വലിയ വില്ലനാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ ധാരാളം സ്രോതസ്സുകളുണ്ട്. ഇതിലുപരിയാണ് ബാങ്കുകൾ നൽകുന്ന വിദ്യാഭ്യാസ ലോൺ പാക്കേജുകൾ. പലരും പറയാറുണ്ട് ഭയങ്കര പലിശയല്ലേ. ശരിയാണ്, നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ 13% പലിശയുണ്ട്. പക്ഷേ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ആദ്യത്തെ 1 വർഷവും കഴിഞ്ഞിട്ട് ജോലി കിട്ടി 2ാമത്തെ വർഷം മുതൽ അടച്ചാൽ മതി എന്നാണ് ചില ബാങ്കുകൾ നിഷ്കർഷിക്കുന്നത്. ചില ബാങ്കുകൾ ജോലി കിട്ടിയ ഉടൻ തന്നെ ആദ്യം പലിശ അടച്ചാലും മതി, മുതൽ പിന്നെ പതുക്കെ അടച്ചാൽ മതി. ധാരാളം ഇളവുകളോടുകൂടി സ്കീമുകളോടും കൂടിയാണ് പല ബാങ്കുകളും വിദ്യാഭ്യാസ ലോണുകൾ കൊടുക്കുന്നത്. കൃത്യമായി അടയ്ക്കണം എന്ന് വിചാരമുള്ളവർക്ക് സാധ്യതകളും ഇളവുകളും ധാരാളമുണ്ട്. പലപ്പോഴും പല കുട്ടികളും ഇതിനകത്തുനിന്ന് എങ്ങനെ ഒളിച്ചു കളിക്കാം, എടുത്ത ലോൺ എങ്ങനെ അടയ്ക്കാതിരിക്കാം, ഇങ്ങനെയുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നവർ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. പല കുടുംബശ്രീ യൂണിറ്റുകളും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു കടലോര മേഖലകളിൽ ഒരു വിദ്യാഭ്യാസ മേള ഉദ്ഘാടനം ചെയ്യാൻ പോയി. ലോൺ മേള, വിദ്യാഭ്യാസ ലോൺ മേള. സ്വകാര്യ സ്ഥാപനങ്ങളാണ്. കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് എൻജിനീയറിങ്ങിനും MBAയ്ക്കും പഠിക്കാൻ കേവലം 2% ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് അവിടുത്തെ അയൽക്കൂട്ടങ്ങൾ വളർന്നു കഴിഞ്ഞു. 6 കോടിയോളം ലോൺ കൊടുക്കുന്ന മറ്റൊരു വിദ്യാഭ്യാസ ലോൺ മേളയിൽ പങ്കെടുത്താൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അന്വേഷിക്കുന്നവൻ ഇതൊക്കെ കണ്ടെത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളുടെ തലയിലേക്ക് ഉത്തരവാദിത്തം ഇട്ട് കൊടുക്കുകയും പിള്ളേർ വെറും സ്വാശ്രയരായി വളരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊന്നും അന്വേഷിക്കാത്തത്. പല സ്കീമുകളെക്കുറിച്ചും അന്വേഷിച്ചു വരാൻ കുട്ടികളില്ലെന്ന് കോളേജുകളിലെ ഓഫീസിൽ സ്കോളർഷിപ്പ് സെക്ഷനിൽ ഇരിക്കുന്നവർ പറയാറുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിച്ച് വരാനും കുട്ടികളില്ല. ഇനി ഇവർക്ക് ഗ്രാൻഡ് അനുവദിച്ചാൽ തന്നെ അത് മേടിച്ചുകൊണ്ട് പോകാൻ കുട്ടികളില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്നാണെന്നറിയുമോ? ഒരു ജീവിതത്തോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് താങ്കളുടെ വിദ്യാഭ്യാസത്തോട്. ചില എന്താ പറയുക, സാമ്പത്തികമുള്ള മാതാപിതാക്കൾ, ധാരാളം സാമ്പത്തികമുള്ള മാതാപിതാക്കൾ പോലും മക്കളെ വിദ്യാഭ്യാസ ലോൺ എടുത്ത്, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയുന്നത് അവർക്ക് കുറച്ച് ഉത്തരവാദിത്വ ബോധം വരണം, പെട്ടെന്ന് ജോലി മേടിക്കണം എന്നുള്ള ഉത്തരവാദിത്തം വരും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഇത് അടച്ചു തീർക്കണം എന്നുള്ള ഉത്തരവാദിത്തം വരും. അതവരുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് പഠിപ്പിക്കാതെ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നതാണ് ബുദ്ധി, വിവേകം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുവൻ ആർജിച്ചെടുക്കേണ്ട വലിയ കലയാണ്. സ്കൂള്, കോളേജ് എല്ലാം മതിൽക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു എൻജിനീയറിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും വിഷയമാണ്. നമ്മൾ വിദ്യാലയത്തിലൂടെയല്ല, വിദ്യ നമ്മിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ വിദ്യാലയത്തിലൂടെയല്ല, വിദ്യ നമ്മിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വിദ്യ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസം നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നല്ല മനുഷ്യരാക്കി മാറ്റുന്നു. അങ്ങനെ മെച്ചപ്പെട്ട മനുഷ്യരാക്കി കഴിയുമ്പോൾ ജീവിക്കാൻ പ്രാപ്തരാകും. ക്ലാസ് മുറി വിട്ട് കഴിഞ്ഞും സിലബസ് മറന്നു കഴിഞ്ഞും ഒരുവനിൽ എന്തവശേഷിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിനെ മാറ്റുരയ്ക്കുന്നത്. പഠിച്ചതൊക്കെ മറന്നു കാണും. ചില ചോദിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ചോദിക്കാൻ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് സൈൻ തീറ്റ, കൊസ്തീറ്റ, കൊസ്റ്റിക് തീറ്റ ഒക്കെ പഠിച്ചത്? ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. എന്തോരം കഷ്ടപ്പെട്ട് അതൊക്കെ പഠിച്ചത്. ക്ലാസ് മുറി വിട്ട് കഴിഞ്ഞും സിലബസൊക്കെ മറന്നു കഴിഞ്ഞും നമ്മളിൽ എന്ത് അവശേഷിക്കുന്നു? ദാറ്റ്സ് ക്യാരക്ടർ ഫോർമേഷൻ അല്ലേ? അതിന് സഹായകരമായതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലകളിലെ സംരംഭ സാധ്യതകളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ധാരാളം സംരംഭ സാധ്യതയുള്ളൊരു മേഖലയാണ്. അതായത്
സ്കൂള് കോളേജ് തുടങ്ങുക മാത്രമല്ല, കമ്പ്യൂട്ടർ സെൻറ്ററുകളും മറ്റ് ചില എന്താണ് ട്രെയിനിങ് സെൻറ്ററുകളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തുടങ്ങാൻ ധാരാളമായി വായ്പ കിട്ടും നമുക്ക്. വിദ്യാഭ്യാസം, ചില ലോണുകൾ, വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങാൻ തക്ക വിധത്തിലുള്ള ലോണുകൾ പല ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾക്കും ഉണ്ട്. ഇത് അന്വേഷിച്ചെടുത്തിട്ട് ഒരു വിദ്യാഭ്യാസ സംഭവം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? നമ്മളൊരു ബിസിനസ് മുതലാളിയാകുക എന്നുള്ളതല്ല, ഒരു തലമുറയെ പഠിപ്പിച്ച് മുന്നോട്ട് വിടാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിൽ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനായ അലൻ ഹനുഷെക് അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസം ഒരു സാമൂഹിക മൂലധനമാണ്. ഇറ്റ്സ് എ സോഷ്യൽ ക്യാപിറ്റൽ. എക്കണോമിക്സിൽ നമ്മളതിനെ ക്യാപിറ്റലിലാണ് പെടുത്തുന്നത്. സാമ്പത്തിക ശാസ്ത്രം അതൊരു മൂലധനമാണ്. ഇറ്റ്സ് എ സോഷ്യൽ ക്യാപിറ്റൽ. കാരണം ഈ മേഖലയിൽ വളർന്നു വരിക എന്നുള്ളതാണ് നമുക്കാവശ്യം. ഇങ്ങനെ വളർത്തുന്നവരെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുക. അവർ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കും, സ്വന്തം രാഷ്ട്രത്തെക്കുറിച്ച്, സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിയവർ മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച്, രാഷ്ട്രത്തിന് ഞാൻ കൊടുക്കേണ്ട കോൺട്രിബ്യൂഷനെക്കുറിച്ച് ഇതൊക്കെ ചിന്തിച്ചായിരിക്കും കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് തന്നെ എഡ്യൂക്കാരെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത്. എഡ്യൂക്കാരെ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ഫോർത്ത് എന്നാണ്, പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ, സാധ്യതകളെ പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. പുറത്തുനിന്ന് എന്തെങ്കിലും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക എന്നതിനേക്കാളേറെ അതിന് സഹായകരമായ രീതിയിൽ, അതുകൊണ്ടാണ് ഈ ടീച്ചിങ് ലേണിംഗ് രണ്ടാന്ന് പറയും. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കലാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സ്വയം കണ്ടെത്തുന്നതാണ്. സ്കൂളുകളിൽ ഞങ്ങൾ പറയും ടീച്ചിങ് ആണ്, കോളേജുകളിൽ ലേണിംഗ് ആണ് സംഭവിക്കേണ്ടത്. സ്വയം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഗവേഷണ അനുബന്ധമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ധാരാളം സെമിനാറുകൾ, അസൈൻമെൻറ്റുകൾ, പ്രോജക്റ്റുകൾ ഇതൊക്കെ കൊടുത്ത് വിദ്യാർത്ഥി സ്വയം കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഈ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസം നീങ്ങിക്കൊണ്ടുവരുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മനോഹാരിത കടന്നു വരുന്നത്. ഇങ്ങനെ കടന്നു വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള അനന്ത സാധ്യതകൾ എത്തുമ്പോൾ എവിടെ ചെന്നാലും നേടിയ വിദ്യാഭ്യാസം കൊണ്ട് യൂസ്ഫുള്ളായ രീതിയിൽ, അതിൽ ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ പറ്റും. വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിനാണ് ലേണിംഗ് പ്രോസസ്സ്. വ്യക്തമായ കാഴ്ചപ്പാടുകൾ. ഒരു വിഷയത്തെ ഒരു വിദ്യാർത്ഥി തന്നെ അരച്ച് കലക്കി അല്ലെങ്കിൽ കടിച്ച് മുറിച്ച് പഠിച്ച്, അതിന് ഗവേഷണം എന്നൊക്കെ പറയില്ല നമ്മൾ, എ മൈക്രോസ്കോപ്പിക് സ്റ്റഡി, കൂടുതൽ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ ഇറക്കി കൊണ്ടുവന്ന് അങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്കും അത് ഹൃദിസ്ഥമാകും. ഇതിനെ നമ്മൾ ഇൻറ്റീരിയറൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അകത്തോട്ട് കൊണ്ടുവന്നിട്ട് അകത്ത് മനോഹരമാക്കി അതിനെ കൊണ്ടുവരിക. ഒരു ന്യൂജൻ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇൻറ്റീരിയറൈസേഷൻ നടന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം വെറുതെ തലച്ചോറിൽ മാത്രം നിൽക്കുന്ന ഒന്നാകും. അത് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല, അത് വ്യക്തിബന്ധങ്ങളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വിദ്യാഭ്യാസം കൊണ്ട് വിവരമുണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ അപരിലേക്ക് എന്നെ എത്തിച്ചേർക്കുന്ന വിദ്യാഭ്യാസം, അപരനിലേക്ക് എന്നെ എത്തി നിർത്തുന്ന വിദ്യാഭ്യാസം, അപരനെക്കുറിച്ച് കൂടി ഞാൻ ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഇതുപോലത്തെ സൃഷ്ടാക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എ ക്രിയേറ്റീവ്, സൃഷ്ടിപരമായിട്ട് സൃഷ്ടാക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് ക്ലാസ് റൂമിലാണ് ഭാവി രൂപീകരിക്കപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത്. ക്ലാസ് റൂം എന്നത് ഇന്നൊരു വിർച്വൽ റൂമുമായിട്ട് മാറിയിട്ടുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപവൽക്കരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ 5 വർഷം ഈ വ്യക്തി അവിടെ പഠിച്ചിട്ട് ഇങ്ങനെയാണല്ലോ ആയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാറുണ്ട്, പഠിപ്പിച്ചു പക്ഷെ പഠിച്ചില്ല, പഠിപ്പിച്ചായിരുന്നു ഞാൻ പഠിച്ചില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സ്വാംശീകരണം അല്ലെങ്കിൽ ഇൻറ്റീരിയറൈസേഷൻ നടക്കുന്നില്ല. അങ്ങനെ സ്വാംശീകരണം നടക്കാത്തത് കൊണ്ട് തന്നെ ടു ബ്രിങ് ഔട്ട്, പുറത്തോട്ട് വരുന്നത് നെഗറ്റീവായി മാറുന്നു, പോസിറ്റീവല്ല. പടുത്തുയർത്താൻ തക്ക വിധത്തിലല്ല, മറിച്ച് തച്ചുടയ്ക്കാൻ തക്ക വിധത്തിലാകുന്നു. പോസിറ്റീവല്ല, നെഗറ്റീവാകുന്നു. നിയതമല്ല, നിഷേധാത്മകമാകുന്നു. ഈ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലാണ് നമ്മുടെ തലമുറയ്ക്ക് എന്ത് പറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്ത് പോയാലും സ്വദേശത്താണെങ്കിലും വിദ്യാഭ്യാസം നേടാൻ സഹായകരമായ ധാരാളം സംവിധാനങ്ങൾ നമുക്കുണ്ട് എന്ന് ഈ അധ്യാപക ദിനത്തിൽ നമ്മൾ ആലോചിക്കുക. പലപ്പോഴും
കുറേ വർഷങ്ങൾക്ക് ശേഷം അധ്യാപകരെക്കുറിച്ച് വളരെ മതിപ്പോടെ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ ക്ലാസ്സിലായിരുന്ന സമയത്ത് ഇവരുടെ ആരോടും ഒരു ഇഷ്ടവുമില്ല, തൃപ്തിയുമില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെയൊക്കെ വില ജീവിതത്തിൽ മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ ചിലതൊക്കെ കുറച്ച് സമയമെടുക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നു അല്ലേ. അതുകൊണ്ട് അനുവദിക്കുക. പലപ്പോഴും നമ്മളല്ലേ കുട്ടികളെ തെറ്റ് ചെയ്യാനും അനുവദിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ തിരുത്തും. തിരുത്തേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ തിരുത്തലുകൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഏറെ ക്ഷമയും ഏറെ സംയമനവും ആവശ്യമായിരിക്കുന്ന ഈ മേഖല സന്തോഷം. ഏറ്റവും നല്ല ടീച്ചറായിട്ട് യേശുവിനെ എല്ലാവരും കാണാനും കാരണം ഇതാണ്. ഏറെ സംയമനത്തോടെ ഏറെ ക്ഷമയോടെ താൻ പഠിപ്പിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നത് നോക്കിയിരിക്കുന്ന നല്ലൊരു ഗുരുവാണ്. റബ്ബായിയാണ്, റബ്ബോനിയാണ്, റബ്ബിയാണ്. ഈ ഒരു ഗുരുനാഥൻ്റെ ഈ ഒരു സന്ദേശം ഈ ദിവസം നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.